ഹായ്, വെൽക്കം ടു നിഷ സ്പൈസസ്. ഇന്ന് ഒരു പുഡിംഗ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. പുഡിംഗ് എന്ന് പറയുന്ന ഒരു സൂപ്പർ ടേസ്റ്റി പുഡിംഗ് ആട്ടോ. സൂപ്പർ ടേസ്റ്റി എന്ന് പറയാൻ കാര്യം ടോഫിയും ചോക്ലേറ്റും കൂടെ മിക്സ് ആക്കിയ ഒരു പുഡിംഗ് ആണ്. ടോഫി എന്ന് പറയുന്നത് ഈ പഴയ കോഫി ബൈറ്റ് മുട്ട എല്ലാവരും കഴിച്ചിട്ടില്ലേ, നല്ല ഒരു ടോഫിയുടെ ടേസ്റ്റുള്ള ആ ഒരു ടേസ്റ്റും ചോക്ലേറ്റും കൂടെ മിക്സ് ആക്കി എങ്ങനെ ഇരിക്കും. ഈ പുഡിംഗ് ഉണ്ടാക്കിയേക്കുന്ന ഞാനല്ല കേട്ടോ, അതെ ഈ നിൽക്കുന്ന പാർട്ടിയുടെ മീനാക്ഷിയാണ് ഉണ്ടാക്കിയേക്കുന്നത്. എല്ലാം പറഞ്ഞു തന്നു, അതുപോലെ ഞാൻ വെറുതെ ചെയ്തു. അപ്പം ഈ പുഡിങ്ങിന്റെ പിന്നിലുള്ള കരങ്ങൾ മീനാക്ഷിയുടെയാണ്. അപ്പം ക്യാമറയും വോയിസും മാത്രം ഞാനും ചെയ്തത് മീനാക്ഷിയാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് പറഞ്ഞു കൊടുത്തു, ഞാനൊന്നും തൊട്ടിട്ട് പോലും ഇല്ല കേട്ടോ. അപ്പം അത്ര ഈസിയാണ് കേട്ടോ. പക്ഷെ ഫസ്റ്റ് ടൈം നമുക്ക് ആർക്കും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ട്രൈ ചെയ്യാവുന്ന ഒരു പുഡിംഗ് ആണ്. ഒരിക്കലും അതിന് ഫ്ലോപ്പ് ആവില്ല. പിന്നെ ശകലം മധുരം കുറവായിരുന്നു കേട്ടോ നമ്മൾ കഴിച്ചപ്പോൾ. അത് ഞാൻ ഓപ്പൺ ആയിട്ട് സിൻസിയറായിട്ടൊക്കെ പറഞ്ഞെന്നുള്ളൂ. നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി മധുരം കുറഞ്ഞു പോയി. അപ്പം കുറച്ചുകൂടെ ഒന്ന് പഞ്ചസാര ഇട്ടു കേട്ടോ. ഞാൻ ഇപ്പൊ കണ്ടൻസ് മിൽക്ക് എടുത്ത് അങ്ങനെയാണെങ്കിൽ കണ്ടൻസ് മിൽക്ക് ഇട്ടു, അല്ലെങ്കിൽ ലേശം പഞ്ചസാരയും കൂടെ കൂട്ടി ഇട്ടേക്കണം കേട്ടോ. മധുരം ഒത്തിരി ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കുറച്ച് മധുരം കുറവായിരിക്കും, പക്ഷെ നല്ല സൂപ്പർ ഉഗ്ര ടേസ്റ്റ് ആണ്. അത് കാരണം ഇങ്ങനെ തന്നെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ പുഡിങ്ങിന് ഒരു പേരിട്ടിട്ടില്ല. സാധാരണ നമ്മൾ വാനിലയും ചോക്ലേറ്റും കൂടെ ആണെങ്കിൽ വാൻചോ പുഡിംഗ് എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ ടോഫിയും ചോക്ലേറ്റും കൂടെ പേര് വല്ലതും ഉണ്ടോ കണ്ടുപിടിക്കാൻ? ടോഫി ചോക്ലേറ്റ് പുഡിംഗ് എന്നൊക്കെ പറയാം. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ പുഡിംഗ് ഉണ്ടാക്കുന്നതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ടോഫി ഉണ്ടാക്കിയെടുക്കലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ കണ്ടൻസ്ഡ് മിൽക്കിന്റെ ടിന്ന് ഈ പ്രഷർ കുക്കറിൽ കുറച്ച് വെള്ളം നിറച്ചിട്ട് അത് വെള്ളത്തിൽ മുങ്ങി കിടക്കത്തക്ക വിധം വെച്ചിട്ടുണ്ട്. എത്ര ഗ്രാം കണ്ടൻസ്ഡ് മിൽക്ക് ആണെന്ന് പറഞ്ഞോ അതിനകത്ത് ഇട്ടിരിക്കുന്നത്? ഇത് 400 ഗ്രാംസിന്റെ കണ്ടൻസ്ഡ് മിൽക്ക് ടിന്നാണ്. ഇതിപ്പോ നെസ്ലയുടെ കണ്ടൻസ് മിൽക്ക് ആണ് എടുത്തേക്കുന്നത്. അതിപ്പോ ഏത് ബ്രാൻഡ് ആയാലും കുഴപ്പമില്ല. ആ നോർമൽ ഏറ്റവും വലിയ 400 ഗ്രാം അല്ലെങ്കിൽ 397 ഗ്രാം അങ്ങനത്തെ ഒരു കണ്ടൻസ് മിൽക്കിന്റെ ടിന്ന്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് അത് നല്ലപോലെ ആ വെള്ളത്തിൽ കംപ്ലീറ്റ് ആയിട്ട് മേഴ്സ്ഡ് ആയിട്ട് കിടക്കണം. ഇങ്ങനെ ഇടരുത്, ചരിച്ചിടാം. പക്ഷെ കുറച്ച് ഭാഗം വെളിയിൽ കിടക്കുകയാണെങ്കിൽ ആ ഭാഗം കുക്ക്ഡ് ആവത്തില്ല. ഇതിപ്പോ ഒരു ചെറിയ പ്രഷർ കുക്കറാണ് കേട്ടോ. അപ്പൊ വലുതായാലും കുഴപ്പമില്ല, ചെറുതായാലും കുഴപ്പമില്ല, കംപ്ലീറ്റ് ആയിട്ട് മുങ്ങി കിടക്കണം. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇനിയും സ്റ്റവ് കത്തിച്ചിട്ടുണ്ട്. ഇനിയും അടച്ചു. ഇതിപ്പോ ഹൈ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. ഇനിയിപ്പോ ആദ്യത്തെ വിസിൽ വന്നതിന് ശേഷം സിമ്മിലാക്കിയിട്ട് ഒരു 40 മിനിറ്റ്സ് വെച്ചേക്കണം. 40 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഇത് ഓഫ് ആക്കിയിട്ട് കംപ്ലീറ്റ് തണുത്തിട്ട് ഇത് തുറക്കാവുക കേട്ടോ. ഈ കണ്ടൻസ് മിൽക്കിന്റെ ടിന്ന് നല്ല ചൂടായിരിക്കും. അത് ഒട്ടും ആ ചൂടുള്ളപ്പോൾ തുറന്ന് പ്രഷർ കുക്കർ വേണമെങ്കിൽ ഒരു അരമണിക്കൂർ ആ പ്രഷറൊക്കെ പോയിട്ട് നമുക്ക് വെയിറ്റ് മാറ്റി തുറന്ന് വെക്കാം. തുറന്ന് ഒരു അരമണിക്കൂർ കഴിഞ്ഞൊക്കെ തുറന്ന് വെക്കാം 40 മിനിറ്റ്സ് കഴിഞ്ഞ്. പക്ഷെ ആ കണ്ടൻസ് മിൽക്കിന്റെ ടിന്ന് ഒരിക്കലും തുറക്കരുത്. ഇപ്പൊ ഞങ്ങൾ വൈകിട്ട് പുഡിംഗ് ഉണ്ടാക്കുന്നതിന് രാവിലെ ഈ ടോഫി ഉണ്ടാക്കി വെക്കും. കാരണം ചൂടുള്ള കണ്ടൻസ് മിൽക്കിന്റെ ടിന്ന് ഒരിക്കലും തുറക്കരുത്. അത് ഭയങ്കര ഡേഞ്ചറസ് ആട്ടോ. അത് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് അതുകൊണ്ടാണ്. ഒരിക്കലും അത് തുറക്കരുത്. അപ്പൊ നിങ്ങൾ സാധാരണ ഈ പുഡിംഗ് ഉണ്ടാക്കുന്നതിന് തലേ ദിവസം വേണമെങ്കിൽ ടോഫി ഉണ്ടാക്കി വെക്കാം. ഇതിപ്പം ഞങ്ങൾ വൈകിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ ഈ ടോഫി ഉണ്ടാക്കി വെക്കും. അത് ഭയങ്കര ഡേഞ്ചറസ് ആണ് ആ ചൂടായിട്ടുള്ള ടിൻ തുറക്കുന്നത്. അപ്പം നേരത്തെ തന്നെ ഉണ്ടാക്കി ടോഫി റെഡിയാക്കി വെക്കുക കേട്ടോ. അപ്പം അത് കഴിഞ്ഞ് ആ ഒരു നല്ലതായിട്ട് തണുത്ത് കഴിയുമ്പം ടോഫി റെഡിയാവും. അപ്പൊ വൈകുന്നേരം പുഡിംഗ് ഉണ്ടാക്കാൻ നേരത്തെ ഞാൻ ആ ടിൻ തുറന്ന് കാണിക്കാവേ. 40 മിനിറ്റ്സ് വെച്ചിട്ട് സിമ്മിലാക്കി 40 മിനിറ്റ്സ് കഴിഞ്ഞ് ഓഫ് ചെയ്യാം. നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ടോഫി ഇതാ ഇപ്പം ഇങ്ങനെയായി വന്നിട്ടുണ്ട്. ടോഫി എന്ന് പറയാൻ നമ്മൾ കണ്ടൻസ് മിൽക്ക് കുക്ക് ചെയ്ത് വെച്ചിരുന്നില്ലേ, അപ്പം നല്ല ടോഫി ആയിട്ട് ഇതിന്റെ കളർ കണ്ടോ. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ. ഇതിന്റെ അറ്റം കണ്ടോ, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കിയതല്ല, മീനാക്ഷി ഒന്ന് ടേസ്റ്റ് ചെയ്തതാണ്. ഇനി മുല്ലേണ്ണും ഇച്ചിരി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത അവസാനം പുഡിങ്ങിൽ ക്വാണ്ടിറ്റി കുറയും. ഇവിടെ ഇപ്പൊ 1.5 ലിറ്റർ പാല് കാച്ചാൻ വെച്ചിട്ടുണ്ട്. ഈ 1.5 ലിറ്റർ എന്ന് പറയുന്നത് ഈ നമ്മൾ ഇവിടെ കിട്ടുന്ന മിൽമയുടെ ഓറഞ്ച് പാക്കറ്റ് 3 പാക്കറ്റ് ആണ് എടുത്തേക്കുന്നത്. 1/2 ലിറ്ററിന്റെ 3 പാക്കറ്റ്. മെഷർമെന്റ് കറക്റ്റ് ആയിരിക്കണം കേട്ടോ. വെച്ചാൽ സെറ്റ് ആക്കാൻ ഇവിടെ ചൈന ഗ്രാസ് എടുക്കുന്നത്. അപ്പൊ കറക്റ്റ് മെഷർമെന്റ് വേണം. ഇപ്പൊ നല്ല ഐസായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പൊ അതൊന്ന് ജസ്റ്റ് ആ പാലിന്റെ ആ കട്ട ഐസൊക്കെ ഒന്ന് മെൽറ്റായി വരട്ടെ. മിക്സിയില് കണ്ടൻസ്ഡ് മിൽക്കും പാലും കൂടെ ഇട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ പോവുക. ഈ കണ്ടൻസ് മിൽക്ക് ഈ ഡയറക്റ്റ് ആയിട്ട് പാലിനകത്തോട്ട് ഇട്ട അത് മെൽറ്റായി വരത്തില്ല. അതിങ്ങനെ കട്ടയ്ക്ക് അങ്ങനെ ഇരിക്കും. അതുകൊണ്ട് ഇച്ചിരി പാല് നമ്മൾ കാച്ചാൻ വെച്ച പാലിൽ നിന്നില്ലേ, ഒരു തവി പാലും ഈ ഫുൾ ടോഫി ആക്കി വെച്ചിരുന്ന അതും കൂടെ ഒന്ന് മിക്സിയുടെ വലിയ ജാറിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അത് നമുക്ക് ഈസി ആയിട്ടൊന്ന് മെൽറ്റായി വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഒരു തവിയും കൂടെ എടുത്തോ. 2 തവി പാൽ എടുത്തിട്ടാണ് ആ ടോഫി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നത്.
ഇത് മിക്സിയിലിട്ട് 2 തവി പാലൊഴിച്ച് അടിക്കുമ്പോഴത്തേണ് ഇങ്ങനെ ലൂസായിട്ട് വരും കേട്ടോ. എന്നാലും നമുക്ക് പാലിലൂടെ ഇടുമ്പോൾ നല്ല സ്മൂത്ത് ആയിട്ട് യോജിച്ച് വരത്തുള്ളൂ. ഈ പുഡിംഗ് സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചൈന ഗ്രാസ് ആണ് എടുക്കുന്നത്. ചൈന ഗ്രാസിന്റെ മെഷർമെന്റ് എന്ന് പറയുന്നത് 1/2 ലിറ്റർ പാലിന് 8 ഗ്രാം ചൈന ഗ്രാസ് അങ്ങനെയാണ് എടുക്കേണ്ടത്. ചൈന ഗ്രാസ് യൂഷ്വലി കിട്ടുന്നത് 25 ഗ്രാമിന്റെ പാക്കറ്റാണ്. ഇപ്പൊ ഞാനിതിപ്പോ ഇങ്ങനെ മേടിച്ചൊരു പാക്കറ്റാണ്. അഗർ അഗർ അല്ലെങ്കിൽ ചൈന ഗ്രാസ് സ്ട്രിപ്സ് എന്ന് എഴുതിയേക്കും. 25 ഗ്രാം ആണ് സാധാരണ ഒക്കെ കിട്ടുന്ന ഒരു പാക്കറ്റ്. അപ്പം 1.5 ലിറ്റർ പാലിന് വേണ്ടി 25 ഗ്രാം മൊത്തമായിട്ട് ഇടാം. ഇതിങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിടണം. ഒരു പാത്രത്തിൽ കയറണ്ട, അതിന് വേണ്ടിയിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞാൽ 1/2 ലിറ്റർ പാല് വെച്ചിട്ട് ഉണ്ടാക്കുന്നെങ്കിൽ 8 ഗ്രാം. അപ്പം 1.5 ലിറ്ററിന് 25 ഗ്രാം മൊത്തമായിട്ട് ഇടാം. പാലൊന്ന് പകുതി ചൂടായി വരുമ്പോഴത്തേക്കും അപ്പുറത്തെ അടുപ്പിൽ തന്നെ ഒരു 1.5 ഗ്ലാസ് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഈ ചൈന ഗ്രാസ് കട്ട് ചെയ്ത് അങ്ങ് ഇട്ട് കൊടുക്കണം. എന്നുവെച്ചാൽ ഈ പാലും ചൈന ഗ്രാസും കൂടെ ഏകദേശം ഒരേ ടെമ്പറേച്ചറിൽ വേണം യോജിപ്പിക്കാനായിട്ട്. ആ ഒരു പാക്കറ്റ് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ മുഴുവൻ ആ വെള്ളത്തിൽ ഒരു തവി വെച്ചിട്ട് വല്ല ഒന്ന് പ്രസ് ചെയ്ത് ഇട്ടാൽ മതി. ആ തവി വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു ആ വെള്ളത്തിലൊന്ന് മുങ്ങി കിടക്കാൻ. ചൈന ഗ്രാസ് ദേ ഒരു 5 മിനിറ്റിനകം മെൽറ്റായി വന്നിട്ടുണ്ട്. നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇനിയും ഈ ചൈന ഗ്രാസ് ഈ പാലിനകത്തോട്ട് ഒഴിക്കണം. രണ്ടും ഏകദേശം ഒരേ ചൂടിലിരിക്കുവാണ്. ഒഴിക്കുമ്പോ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കോ, തവി വെച്ചിട്ട് അങ്ങ് ഇളക്കിയോ, ഫുള്ളായിട്ട് ഒഴിക്കുക. എനിക്ക് ആ പാലിൽ നിന്ന് ഒരു തവി പാലും കൂടെ അതിനകത്തോട്ട് എടുത്തിട്ട് മിക്സ് ആക്കി എടുത്തു. ചൈന ഗ്രാസ്, ആ മെൽറ്റായ ചൈന ഗ്രാസ് ഈ പാലിനകത്തോട്ട് ഒഴിച്ചിട്ട് അത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണം. ലോ ഫ്ലെയിമിലാണ്. ചൈന ഗ്രാസ് ഇട്ട് കഴിഞ്ഞ് ഫ്ലെയിം കൂട്ടരുത്, അത് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അത് നല്ലപോലെ ശ്രദ്ധിക്കണം. ഫ്ലെയിം ലോയിലായിരിക്കണം. ഇനിയും ഇതിനകത്തുനിന്ന് ഒരു ചോക്ലേറ്റ് മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു 250 ml 2 കപ്പ് ഒന്ന് സെപ്പറേറ്റ് ആക്കി വെക്കുകയാണ്. അപ്പം ഏകദേശം ഒരു 8 തവി പാലെടുത്ത് വേറൊരു പാത്രത്തിലോട്ട് ആക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ടോഫി ചോക്ലേറ്റ് മിക്സ് ആണ് പുഡിങ്. അപ്പം അതിന് വേണ്ടിയിട്ട് ചോക്ലേറ്റ് മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഭാഗമേ ചോക്ലേറ്റ് ആക്കുന്നുള്ളൂ. അപ്പം 1.5 ലിറ്റർ പാലില് 1/2 ലിറ്റർ ചോക്ലേറ്റും ബാക്കി 1 ലിറ്റർ ടോഫിയാണ് ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ടീം കണ്ടൻസ് മിൽക്ക് ശരിയാക്കിയത്. അപ്പം 8 തവി പാലൊന്ന് മാറ്റി വെക്കുകയാണ്. അത് ചൈന ഗ്രാസ് ഇട്ടിട്ട് വേണം മാറ്റാൻ കേട്ടോ, അതും സെറ്റ് ആവണ്ടേ. ഈ മാറ്റി വെച്ച പാലിനകത്തോട്ട് ഇനിയും കൊക്കോ പൗഡർ ഒന്ന് ഇട്ട് മിക്സ് ചെയ്യണം. നല്ല ചൂട് പാലിനകത്തോട്ട് വേഗം തന്നെ കൊക്കോ പൗഡർ ഇടുക. ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇടാവേ. 3 ടേബിൾ സ്പൂൺ ഇട്ടോ. ഹീപ്പായിട്ടാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ മതി കേട്ടോ. ഇതിപ്പം മീനാക്ഷി ഹീപ്പായിട്ട് എടുക്കുന്നത്, അങ്ങനെയാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ മതിയേ. ഒത്തിരി അല്ലെങ്കിൽ കഴിക്കും മതി, അപ്പോൾ 2 ടേബിൾ സ്പൂൺ മതി. നോർമൽ ടേബിൾ സ്പൂൺ ആണെങ്കിൽ 3 എടുക്കാം. ഇപ്പൊ ഹീപ്പായിട്ട് എടുത്തുകൊണ്ടാൽ മതി 2 ടേബിൾ സ്പൂൺ മതി. അതിന് മിക്സ് ചെയ്തു. ആ സ്പൂൺ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കണം. അടി ചേർത്ത് ഇളക്കിക്കുവേ. ഇനി ഇതിനകത്ത് ഈ ചോക്ലേറ്റ് ലെയറിന് വേണ്ടിയിട്ട് ഒന്നെങ്കിൽ മധുരത്തിന് വേണ്ടി ഷുഗർ ചേർക്കാം, അല്ലെങ്കിൽ കണ്ടൻസ് മിൽക്ക് ചേർക്കാം. കണ്ടൻസ് മിൽക്ക് ഞാനിവിടെ ഇപ്പൊ 2 ടീൻ ഏതായാലും മേടിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഈ കണ്ടൻസ് മിൽക്ക് ചേർക്കുന്നുണ്ട്. അല്ലെങ്കിൽ പഞ്ചസാര ചേർത്താലും മതി കേട്ടോ. 1 ടീൻ കണ്ടൻസ് മിൽക്ക് വരെ ടോപ്പിക്ക് എടുത്തത് കാരണം ഷുഗർ ചേർത്താലും മതി. ഷുഗർ ആണെങ്കിൽ ഏകദേശം ഒരു 1/2 കപ്പ്, 250 ml 1/2 കപ്പ്. കാരണം നമ്മൾ ഏകദേശം ഒരു 2 കപ്പ് പാലല്ലേ എടുത്തിരുന്നത്. അപ്പം 1/2 കപ്പ് പഞ്ചസാര ചേർത്താൽ മതി. ഞാനിപ്പോൾ കണ്ടൻസ് മിൽക്ക് ആയതുകൊണ്ട് 1/2 ടീൻ കണ്ടൻസ് മിൽക്കേ ചേർക്കുന്നുള്ളൂ. ഫുൾ ടീൻ ചേർക്കേണ്ട, 1/2 ടീൻ കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു. കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു. അപ്പോൾ ഇതിനകത്തോട്ട് ഇതിന്റെ കൂട്ടത്തിൽ തന്നെ കട്ട കാണും, കുഴപ്പമില്ല. നമ്മൾ ഏതായാലും സ്ട്രെയിനർ വെച്ചിട്ട് അരിച്ചായിരിക്കും സെറ്റ് ചെയ്യാൻ ഒഴിക്കുന്നത്. കട്ട ഉള്ളത് കുഴപ്പമില്ല. അപ്പം ഏകദേശം ഒരു 1/2 ടീൻ കണ്ടൻസ്ഡ് മിൽക്കും ഒഴിച്ചിട്ടുണ്ട് 1/2 ലിറ്റർ പാലിന് വേണ്ടിയിട്ട്. ഇനി ഈ ചോക്ലേറ്റ് മിക്സിനകത്തോട്ട് ഒരു ഫ്ലേവറിന് വേണ്ടി ഒരു ടീസ്പൂൺ കണ്ടൻസ് മിൽക്ക് ഒഴിക്കും. ടേബിൾ സ്പൂൺ ആയതുകൊണ്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ മതി. അത് മതി. ഒരു ചോക്ലേറ്റിലൂടെ ഒരു വാനില എസൻസും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് അല്ലേ. അപ്പോൾ അതും കൂടെ ചേർത്തൊന്ന് മിക്സ് ആക്കാം. മറ്റേ ടോഫി ലെയറിൽ വാനില എസൻസ് ഒഴിക്കുന്നില്ല കേട്ടോ, ഈ ചോക്ലേറ്റ് ലെയറിൽ മാത്രമേ ഒഴിക്കത്തുള്ളൂ. ഇനി ഇതും മിക്സ് ആക്കി മാറ്റി വെക്കാം. ഇത്രേ ഉള്ളൂ ഇതിന്റെ പരിപാടി. ഇനിയും അടുത്ത പരിപാടി എന്ന് പറയുന്നത് ബാക്കി പാലില്ലേ അതിനകത്തോട്ട് ആ ബീറ്റ് ചെയ്ത് വെച്ചിരുന്ന ടോഫി കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഒഴിക്കുക. അത് ഒഴിക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ആക്കിക്കൊണ്ടിരിക്കണേ. ആ പാല് ഞാനങ്ങ് ഓഫ് ചെയ്തു കേട്ടോ. ചൈന ഗ്രാസ് ഒഴിച്ചിരിക്കുന്നതാണ്, അത് ഇനി തിളപ്പിക്കരുത്. അത് ഓഫ് ആക്കി വെച്ചേക്കുമായിരുന്നു ആ കൊക്കോ മിക്സ് ആക്കുന്ന സമയത്ത്. ആ ടോഫി ഇങ്ങനെ മിക്സിയിൽ അടിച്ചു വെച്ചുകൊണ്ടാണ് ഇങ്ങനെ എളുപ്പത്തില് മിക്സ് ആക്കാൻ പറ്റുന്നത്. ബീറ്റ് ചെയ്തില്ലെങ്കിൽ അതിങ്ങനെ കട്ടയ്ക്ക് കിടക്കുക. കളർ കണ്ടോ, നല്ല കളറാണ്. ഒത്തിരി ടേസ്റ്റ് ആകട്ടോ ഈ ടോഫി ലെയറിന്. ചോക്ലേറ്റ് ഇഷ്ടമുള്ളവർക്ക് ചോക്ലേറ്റ് ലെയർ ഇഷ്ടപ്പെടും. ഈ ടോഫി ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഈ ലെയർ ആയിരിക്കും ഇഷ്ടപ്പെടുക ശരിക്കും. ഇതൊന്ന് മിക്സ് ആക്കി കഴിഞ്ഞ് ഇവിടെ അത്രേ ഉള്ളൂ പരിപാടി. ഇതിനകത്ത് ഒരു എസൻസും വേറെ വാനില എസൻസ് ഒന്നും ചേർക്കണ്ട. ഈ ടോഫിയുടെ ആ പ്ലെയിൻ ഫ്ലേവർ ആണ് ശരിക്കും ടേസ്റ്റ്. വേറെ മധുരം ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇതിന് തന്നെ നല്ല മധുരമാണ്.
ഇനിയും ഈ രണ്ട് നമ്മൾ ചോക്ലേറ്റ് മിക്സും പാലിന്റെ ലെയറും ഒന്ന് സ്ട്രെയിൻ ചെയ്ത് വെക്കണം. ഞാൻ പറഞ്ഞ കട്ടയുണ്ടാവും, പിന്നെ ചൈന ഗ്രാസിന്റെ ചെറുതായിട്ടൊക്കെ അവിടെ എവിടെയും കിടക്കും. അപ്പൊ ഒന്ന് ജസ്റ്റ് അരിപ്പേ കൂടെ ഒന്ന് അരിച്ച് മാറ്റി വെക്കണം. തണുത്താൽ അത് സെറ്റ് ആയി പോകും. ചൂട് മാറുമ്പോഴത്തേക്ക് അതൊന്ന് സെറ്റ് ആവും. ഒരു സ്പൂൺ വെച്ചിട്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് അരിപ്പയുടെ മുകളിൽ കൂടെ ഒന്ന് ഉരച്ചോളൂ. ഇനിയും മറ്റേ ടോഫിയുടെ ലെയർ കൂടെ ഇതേപോലെ അങ്ങ് അരിച്ചൊഴിക്കുവാണേ. ഒരു ലെയർ ടോഫിയും ഒരു ലെയർ ചോക്ലേറ്റും ഇങ്ങനെ ഇരിപ്പുണ്ട്. ഇതിനൊരു ഏകദേശം ഒരു 20 മിനിറ്റ് ഇതൊന്ന് കുറച്ച് കട്ട് ചെയ്ത് തുടങ്ങും. അതുവരെ ഇതിങ്ങനെ ഇരിക്കട്ടെ. ശകലം കട്ട് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കും ഒരു പുഡിംഗ് ട്രേയിലോട്ടാക്കാം. അപ്പൊ ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കാണ് ഈച്ച ഒന്നും വന്ന് ഇരിക്കാതിരിക്കാനായിട്ട്. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പുഡിംഗ് ഒന്ന് സെറ്റ് ആക്കാനായിട്ട് ഒരു പുഡിംഗ് ബൗളോട്ട് ഒഴിക്കാവേ. ആദ്യം ആ ടോഫി ലെയർ ഒഴിച്ചു. അത് കുറച്ച് കൂടുതലുണ്ട്, അപ്പൊ അത് കൂടുതൽ ഒഴിക്കുകയാണ്. ചോക്ലേറ്റ് ലെയർ ശരിക്കും കുറച്ചല്ലേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് അത് വേഗം അങ്ങ് തിക്കായി തുടങ്ങി, സെറ്റായി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതൊന്ന് തവി വെച്ചിട്ട് മിക്സ് ആക്കി പിന്നെ തവി വെച്ചിട്ട് ഒഴിച്ചു. അത് ഇത് ക്വാണ്ടിറ്റി കൂടുതൽ ഉണ്ടായിരുന്നതുകൊണ്ട് ടോഫി ലെയർ അത്രയും പെട്ടെന്ന് സെറ്റ് ആയിട്ടില്ല. ചോക്ലേറ്റ് ലെയർ ക്വാണ്ടിറ്റി കുറവല്ലായിരുന്നു, അപ്പൊ അത് വേഗം സെറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഒരു തവി അത് ഒഴിച്ചാൽ മതി നടുക്കോട്ട്. കട്ടയാ? അത് കുഴപ്പമില്ല, സെറ്റായത്. അത് കുഴപ്പമില്ല, കുഴപ്പമില്ല സെറ്റായതാ. നടുക്കോട്ടൊരു തവി ഒഴിച്ചാൽ മതി. രണ്ട് ലെയറും ഇങ്ങനെ ഓൾട്ടർനേറ്റ് ചെയ്ത് ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒരു പപ്പടം കുത്തി വെച്ചിട്ട് ഒന്ന് അടി ചേർത്തൊന്ന് ഇളക്കി കൊടുക്കണം. ഒരു മാർബിൾ എഫക്റ്റിൽ സെറ്റ് ആയി കഴിയുമ്പം ആ ചോക്ലേറ്റും ടോഫിയും കൂടെ ഒന്ന് മിക്സ് ആയിട്ട് വരാനാണ്. രണ്ടും ഒരേപോലെ അല്ല, ചോക്ലേറ്റ് കുറവാണ് എന്നല്ല, രണ്ടും ഒരു ഓൾട്ടർനേറ്റ് ചെയ്തൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പപ്പടം കുത്തിയോ ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഒരു മാർബിൾ എഫക്റ്റ് ആ സെറ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് ആ കുറച്ച് ചോക്ലേറ്റും കൂടുതൽ ടോഫി ആയിട്ട് നിങ്ങൾക്ക് ഇപ്പൊ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. ചോക്ലേറ്റ് മാത്രം മതിയെങ്കിൽ നമ്മളിപ്പം ഒരു അരഭാഗം ചോക്ലേറ്റും കൂടുതൽ മറ്റു ടോഫി എടുത്ത് തിരിച്ചു വേണമെങ്കിലും ചെയ്യാവേ. എന്നിട്ട് ഇത് സെറ്റ് ആക്കാൻ വെക്കണം. സെറ്റ് ആക്കാനായിട്ട് ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്, ഫ്രീസറിൽ വെക്കരുത്, പുഡിംഗ് അല്ലേ. അപ്പം സെറ്റ് ആക്കാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. ഒരു 2-3 മണിക്കൂറിനാ ഫ്രിഡ്ജിൽ വെച്ചാൽ സെറ്റ് ആവും. ജലാറ്റിനെ പോലെ അല്ല, ചൈന ഗ്രാസ് വേഗം സെറ്റ് ആവും. ഫ്രിഡ്ജിൽ ഒരുവിധം നല്ല ടെമ്പറേച്ചർ, നല്ല എഫിഷ്യൻറ്റ് ഫ്രിഡ്ജൊക്കെ ആണെങ്കിൽ 2-3 മണിക്കൂറിനാകും സെറ്റ് ആവും കേട്ടോ. രണ്ടും സെറ്റ് ആവാന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇപ്പോൾ ഒരു 2 hours കഴിഞ്ഞിട്ടുണ്ട്. ഓപ്പൺ ചെയ്യുവാണ്. ഞാൻ പറഞ്ഞത് ചൈന ഗ്രാസ് ആയതുകൊണ്ട് ഒരു 2-3 hours മതി സെറ്റ് ആവാനായിട്ട്. ഇനിയും ഇതിന്റെ മുകളിൽ എന്തെങ്കിലുമൊക്കെ വെച്ച് ഗാർണിഷ് ചെയ്യണമെങ്കിൽ സെറ്റ് ആയി കഴിഞ്ഞ് ചെയ്യണം കേട്ടോ. ആദ്യമേ ഇടുകയാണെങ്കിൽ അതൊന്ന് മുങ്ങിപ്പോവും. ഒന്നെങ്കിൽ നമുക്ക് ചോക്ലേറ്റ് ഒക്കെ ഗ്രേറ്റ് ചെയ്തിടാം, അങ്ങനെ വേണമെങ്കിൽ ടൂട്ടി ഫ്രൂട്ടി എന്ത് വേണമെങ്കിലും മുകളിൽ ഗാർണിഷ് ചെയ്യാവേ. ഇത് വൈറ്റ് ചോക്ലേറ്റ് ചിപ്സ് ആണ്. അപ്പം നമ്മളിത് ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാൻ പോവാം ഈ പുഡിങ്ങിന്റെ മുകളിലോട്ട്. വൈറ്റ് ചോക്ലേറ്റ് ചിപ്സ് ഒക്കെ വെച്ചിട്ട് ഇതാണ്ട് മുകളിൽ ഗാർണിഷ് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട്. ഞാനൊന്ന് കട്ട് ചെയ്തും കൂടെ കാണിക്കാം കേട്ടോ. ഇതിപ്പം കറക്റ്റ് ചെയ്താലും സെറ്റായിട്ട് ഇരിപ്പുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ ചോക്ലേറ്റ് ടോഫി പുഡിംഗ്. എല്ലാവരും ഡെഫിനറ്റ് ആയിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഉഗ്രൻ ടേസ്റ്റാണ്. ഇത് കാണുമ്പോൾ നല്ല സിമ്പിളായിട്ട് തോന്നുമെങ്കിലും ഒരു പ്രാവശ്യം ഒന്ന് കഴിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് പറയണം. അപ്പം ശരി, നമുക്ക് അടുത്ത പ്രാവശ്യം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.